നമ്മൾ ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ ഭക്തിക്കും വിശ്വാസത്തിനും വളരെ വലിയ സ്ഥാനം തന്നെയുണ്ട്. കാരണം ഇത് ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ആൻഡ് ഈ ഭക്തിയെയും വിശ്വാസത്തെയും നിങ്ങളിലേക്ക് ലളിതമായി എത്തിക്കാനായി വരുന്നു നമ്മുടെ അടുത്ത ഐഡിയ ബാസ്. സോ നിറഞ്ഞ കേടികളോടെ സ്വാഗതം ചെയ്യാം നീലിമ റോയ് ചൗധരി ആൻഡ് കല്ലോൽ കുനാർ. ഇതൊരു കാലമാണ്, പക്ഷേ ഇത് മഹാഭാരത കാലമല്ല. ഇതാണ് പുതിയ യുഗത്തിന്റെ കാലം. ഭഗവാന്റെ അടുത്ത് വരെ എത്തിച്ചേരാൻ ഇപ്പോൾ ക്ഷേത്രം വരെ മാത്രമല്ല ടെക്നോളജിയും കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇതാണ് പുതിയ യാത്രയുടെ സമയം. AI ചാറ്റ് ബോട്ട് ഓഫ് ബ്ലെസ് മീ. നമസ്കാരം ടൈറ്റൻസ്, എന്റെ പേര് നീലിമ റോയ് ചൗധരി. നമസ്കാരം, ഞാനാണ് കല്ലോൽ കോനാർ. ഞങ്ങൾ രണ്ടുപേരും ബ്ലെസ്മിയുടെ കോ ഫൗണ്ടേഴ്സ് ആണ്. അമ്മയ്ക്ക് പൂജ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് മുട്ടിന് വേദനയുണ്ട്. NRIs തീർത്ഥയാത്ര ചെയ്യാൻ ആഗ്രഹിക്കും. സ്ത്രീകൾ പട്ട് ചാർത്താൻ ആഗ്രഹിക്കും, പക്ഷെ അതിന് സമയം കിട്ടില്ല. ഈ റിയൽ ലൈഫ് പ്രോബ്ലംസിന്റെ ഡിജിറ്റൽ സൊല്യൂഷനാണ് ബ്ലെസ് മീ. ബ്ലെസ് മീ ഇന്ത്യയിലെ ഇടപ്രഥമമായ മൾട്ടി ഫേസ് റിച്വൽ ബുക്കിംഗ് അഥവാ ലൈവ് ദർശനത്തിനുള്ള പ്ലാറ്റ്ഫോം. ഇവിടെ ആപ്പ്ലെസ് ആപ്പിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു ആപ്പുമില്ലാതെ വെറും വാട്സാപ്പിൽ. ഞങ്ങളുടെ AI ആപ്പ് ഈ കാലത്തിന് യോജിച്ചതാണ്. നിങ്ങളുടെ ഭാഷ, വിശ്വാസം കൂടാതെ ആവശ്യങ്ങൾക്കനുസൃതമായി ഇത് നിങ്ങൾക്ക് യോജിച്ച കൃത്യമായ പൂജയും സേവനവും നൽകും. നിങ്ങൾക്ക് യോജിച്ചതുപോലെ. ഞങ്ങൾ ഇപ്പോൾ മാർക്കറ്റ് വാലിഡേഷൻ ഫേസിലാണ്. വളരെ വേഗം തന്നെ ഫുൾ സ്കെയിൽ ലോഞ്ചിന് തയ്യാറെടുക്കുകയാണ്. ആൻഡ് ഞങ്ങളുടെ വിഷൻ ബ്ലെസ്മിയെ ഒരു ഉബേര ഫിറ്റ്തേക്ക് ആക്കണമെന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിലീജിയസ് അഗ്രിഗേറ്റർ ആയിട്ട്. ഞങ്ങൾ ചോദിക്കുന്നത് 1 crore rupees. സോ ടൈറ്റൻസ്, നിങ്ങൾ ഈ നോർത്ത് ഈസ്റ്റ് ഗേളായ എന്നോടൊപ്പം കൈകോർക്കാൻ തയ്യാറാണോ? വളരെ യുണീക്കായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഈ പിച്ച് ആരംഭിച്ചത്. സോ നീലിമ ആൻഡ് കല്ലോൽ, നിങ്ങളെ പറ്റി ഒന്ന് പറയാം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇതെന്റെ പെയിൻ ടു പേർപ്പസ് ജേർണിയാണ്. അത് എന്റെ കൊച്ചുനാൾ മുതലേ ആരംഭിച്ചതാണ്. പെയിൻ, സഫറിങ്, പലർക്കും ഇത് കൊച്ചുനാളിലെ തുടങ്ങാറുണ്ട്. പക്ഷേ അത് പുറത്തു പറയാൻ പറ്റാറില്ല. കാരണം എന്റെ ലുക്കും അതുപോലെ ഡാർക്ക് കോംപ്ലക്ഷൻ കാരണം പലരിൽ നിന്നും പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. സോ അവിടെ നിന്നാണ് എന്റെ സഫറിങ് തുടങ്ങിയത്. സപ്രസ്ഡ് ഇമോഷൻസ് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, അതായത് എനിക്കും എന്നെങ്കിലും ഒരു ദിവസം ഒരു വലിയ ലോകത്തിന്റെ ഭാഗമാകാൻ കഴിയുമോ എന്ന്. 2018 ആക്ച്വലി നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. ആരോഗ്യനില മോശമായി. എനിക്ക് വല്ലാത്ത ഡിപ്രഷനും ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ ജോലി ഉപേക്ഷിച്ച് ഋഷികേശിലേക്ക് പോയി. ഋഷികേശിൽ ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു ആശ്രമത്തിൽ താമസിച്ചു. അവിടെ ഗംഗാ തീരത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ മെഡിറ്റേഷൻ എന്റെ മിറർ ആയിരുന്നു. 2018 മുതൽ ഇന്നേ വരെ ഒരു തരത്തിലുള്ള മെഡിസിനും ഞാൻ കഴിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ എന്റെ ജീവിതത്തിന്റെ വിധിയുണ്ടല്ലോ, അതിൽ ഞാൻ കുറേശ്ശെയായി പ്രവർത്തിക്കാൻ തുടങ്ങി, ബാലൻസ് ചെയ്യാൻ. പിന്നീട് ഞാൻ ഒരു വിശ്വാസത്തോടെ മുന്നേറാൻ തുടങ്ങി. എനിക്ക് ഇന്ന് എന്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലും കൈകൊടുത്ത് അവരെ മുന്നേറാൻ സഹായിച്ചുകൂടാ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ 2022 ഞങ്ങൾ ഞങ്ങളുടെ കമ്പനി തുടങ്ങി. കല്ലോൽജി, താങ്കളും രണ്ടു വാക്ക് പറയൂ. ഞാൻ ഒരു ടെക്നോക്രാറ്റ് ആണ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് IIT ഖരഗ്പൂരിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്, കെമിക്കൽ എഞ്ചിനീയറിംഗിൽ. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 2015 ഞങ്ങൾ ഹസ്ബൻഡ് വൈഫുമാണ്, അലോങ് വിത്ത് ബീങ് എ കോ ഫൗണ്ടർ. 2022 ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തു. ലൈഫ് ഫുൾ സ്വിങ്ക് എന്നായിരുന്നു അതിൻ്റെ പേര്. ആൻഡ് 2024 ഞങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടി. അതായത് നമ്മുടെ ഒരു ലൈഫ് വില്ലില്ലേ, അതായത് ലൈഫിന്റെ 8 ബേസിക് ആസ്പെക്ട്സ്, അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുകയാണ്. അതിൽ 7 ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ആസ്പെക്ട് സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് ആസ്പെക്ട് ആണ്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് 15,000+ ക്ലയൻസ് ഉണ്ട്, 25+ കൺട്രീസും ഉണ്ട്. ആൻഡ് ഞങ്ങളുടെ ടേൺ ഓവർ ഒക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് IIM മെന്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ
ഞങ്ങളുടെ മെന്റർ ദുബായിലായിരുന്നു. അദ്ദേഹവും IIM-ന്റെ അലൂമിനായി തന്നെയാണ്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് നിങ്ങൾ കമ്പനിയെ സ്ട്രക്ചർ ചെയ്യുന്നു. അതേ തുടർന്ന് ഞങ്ങൾ കമ്പനിയെ സ്ട്രക്ചർ ചെയ്തു. 2025 മെയ്യില് നിർവാണ നിൽമ വെൽമസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതിലെ പുതിയ വേർട്ടിക്കൽ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ബ്ലെസ്മി സ്റ്റാർട്ട് ചെയ്തു, ഇതിനകത്ത് വെച്ച് തന്നെ. നിങ്ങൾ വളരെ സ്മാർട്ടാണ്. ഈ കാലത്ത് ഫെയ്ത്ത് ആയിട്ടുള്ള ആളുകളും പൂജാരികളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എല്ലാ സ്റ്റാർട്ടപ്സും ഫെയ്ത്തിലല്ലേ നടക്കുന്നത്. സന്തോഷ് സാർ, അങ്ങനെ നോക്കി ഈ ലോകം മുഴുവൻ ഒരു ഫെയ്ത്തിന്റെ പുറത്തല്ലേ ഓടുന്നത്. സോ ഇതിൽ സർ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ടെക്സ്റ്റ്, ദെൻ വി ആർ ഗോയിങ് വിത്ത് ദ മൾട്ടിലിംഗ്വൽ വോയിസ്. ഇതിൽ ഞങ്ങൾ വെർഷനിയുടെ കൂടെ ടൈ അപ്പ് ചെയ്തിട്ടുണ്ട്. അത് APIക്ക് വേണ്ടിയാണ്. അത് ഞങ്ങൾ മൾട്ടിപ്പിൾ വോയിസിൽ റീജിയണൽ ലാംഗ്വേജിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 13 ലാംഗ്വേജസിൽ സ്റ്റാർട്ടിംഗ് വിത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. എന്റെ അഭിപ്രായത്തിൽ ഒരുപാട് ആപ്സ് മാർക്കറ്റിൽ ഉണ്ടെന്നാ വിചാരിക്കുന്നത്. അതായത് ശ്രീമന്ദിർ, ഇ പൂജ, ദേവ് ദർശൻ, ഉത്സവ്, അതെ സർ, ഇങ്ങനെ ഉത്സവ്. ഒരുപാട് ആപ്സ് ഉണ്ട്. സോ നിങ്ങളൊരു ക്രൗഡഡ് സ്പേസിലല്ലേ, കുറച്ച് ഡിസ്റ്റിങ്ഷൻ പറയൂ. ഇതിനും നിങ്ങളുടെ ആപ്പിനും എന്താ വ്യത്യാസം? ഒന്നാമത് ഇത് $60 ബില്യൺ മാർക്കറ്റാണ്. അതിനകത്ത് നമ്മൾ നോക്കിയാൽ 5-6 PR ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാവരും നോർമൽ ട്രഡീഷണൽ ആപ്പ് ബേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും ഇത് ആപ്ലെസ് ആപ്പിൽ തുടങ്ങിയിട്ടില്ല, അത് മൾട്ടിലിംഗ്വൽ ആയിട്ട് പ്രത്യേകിച്ച്. പിന്നെ ഞങ്ങളുടെ ടാർഗറ്റഡ് സെഗ്മെന്റ് എന്താന്ന് വെച്ചാൽ അത് പേരൻസ് ആണ്, എൽഡേഴ്സ് ആണ്. അവരത്ര ടെക് സാവി ഒന്നുമല്ല, അവർക്ക് അത്ര ലാംഗ്വേജസ് പറഞ്ഞുകൂടാ. അതുകൊണ്ട് ഞങ്ങൾ ഈ റീജിയണൽ ലാംഗ്വേജസിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാം. അവർക്ക് പ്രത്യേകിച്ച് ടെക്സ്റ്റ് ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട്, ആരും ഇതുവരെ മൾട്ടി ഫേക്കിൽ വർക്ക് ചെയ്തിട്ടേ ഇല്ല. നമ്മുടെ ഈ ഒരൊറ്റ റിലിജനിൽ മാത്രം, ഹിന്ദു റിലിജനിൽ മാത്രം എല്ലാ ആപ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ടെക്നോളജിയുമായി ബന്ധമില്ലെങ്കിൽ, അതായത് കോഡേഴ്സ് ഇല്ലെങ്കിൽ, നിങ്ങൾ മൂന്നാമതായിട്ട് ഒരാളെ കൊണ്ടാണ് ഇത് ഇല്ല, ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ളത് അയാള് എന്റെ ബാച്ച്മേറ്റ് തന്നെയാ. അയാൾ സിംഗപ്പൂരിലാണ്. അദ്ദേഹം ഒരു റെപ്യൂട്ടബിൾ കമ്പനിയാണ് വെച്ചിരിക്കുന്നത്. ആ കമ്പനിയുടെ കൂടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പോർട്ടൽ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പോസിബിൾ ആയത്. അത് ഞങ്ങൾ ഇപ്പൊ ഇൻഹൗസ് ആക്കുകയാണ്. നിങ്ങൾ ഇത് എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് പറയൂ. അതായത് ദേവ് പൂജ ചെയ്യുകയാണെങ്കിലും കാളി പൂജ ചെയ്യുകയാണെങ്കിലും അപ്പോ ഞാൻ നിങ്ങളുടെ ആപ്പിന്റെ ലിങ്കിൽ പോയി സെർച്ച് ചെയ്യണം അല്ലേ? അങ്ങനെയല്ല, ഞങ്ങളിപ്പോൾ ഒരു ആപ്ലെസ് ആപ്പ്, അതായത് വാട്സാപ്പ് ഒരു ഡെഡിക്കേറ്റഡ് നമ്പറാണ്. ആപ്പ് ഓൾവേസ് ഞങ്ങളുടെ ഓപ്ഷനിലായിരിക്കും. അത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല, അത് ഞങ്ങളുടെ കോറായിരിക്കും. വാട്സാപ്പിൽ ഒരു നമ്പർ ഉണ്ടാവും, അതെടുക്കണം. അതെടുത്തിട്ട് നമ്മുടെ ലാംഗ്വേജിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കമക്ക ടെമ്പിളിൽ പൂജ ചെയ്യണമെങ്കിൽ നിങ്ങളെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നോർമലി പറയില്ലേ ഹേ സിരി, അതുപോലെ ഇവിടെ പറയേണ്ടത്, അതായത് ഹേ സമയ ബുക്ക് പൂജ ഫോർ മീ കമക്ക ടെമ്പിൾ ഓൺ 20th August 4 PM. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡിൽ നിന്ന് അത് ഫെച്ച് ചെയ്യും, ആ സമയം അവൈലബിൾ ആണോ അല്ലയോ എന്ന്. അതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തിട്ട്, അഥവാ അവൈലബിൾ ആണെങ്കിൽ, അതായത് ഇന്റഗ്രേറ്റഡ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ പേയ്മെന്റിന്റെ ലിങ്ക് വരും. പിന്നെ വിതിൻ 45 seconds ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് നിങ്ങളുടെ പൂജ ബുക്കിംഗ് നടന്നിരിക്കും. പിന്നെ ഇമ്മീഡിയറ്റ്ലി അയാൾക്ക് വാട്സാപ്പിനകത്ത് തന്നെ ഒരു ലിങ്ക് വരുന്നതാണ്. അതായത് അവിടെ പൂജ നടക്കുമ്പോൾ നിങ്ങൾക്ക് ലൈവ് ദർശൻ വരും. അതായത് നമ്മുടെ പൂജാരിയുടെ ആപ്പില്ലേ, അതും നിങ്ങളുടെ ആപ്പും ഇന്റഗ്രേറ്റഡ് ആയിരിക്കും. അങ്ങനെ അവിടുന്ന് ലൈവ് ദർശൻ കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രസാദം ഡിസ്പാച്ച് ആകുമ്പോൾ നമ്മുടെ ഈ ഡെലിവറി പാർട്ട്ണർ അല്ലേ, അവർക്ക് അവിടുന്ന് മെസ്സേജ് കിട്ടുന്നതാണ്. അവർ അവിടുന്ന് വാട്സാപ്പിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര ക്ഷേത്രങ്ങളിലാണ് നിങ്ങളുടെ ഇന്റഗ്രേഷൻ ആൻഡ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 5 അമ്പലങ്ങളായിട്ട് ഞങ്ങൾക്ക് ടൈപ്പ് ആയിട്ടുണ്ട് സർ. ഈ ബിസിനസ് വളരെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് 5 ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു കൗണ്ട് അല്ലേ? കാരണം നിങ്ങൾ മൾട്ടി റീജിയണൽ, മൾട്ടി ലാംഗ്വേജ് ആൻഡ് ക്രോസ് റീജിയൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ മെന്റൽ ഹെൽത്തിന്റെയും വെൽനെസിന്റെയും സ്റ്റാർട്ടപ്പ് ഇല്ലേ, അത് 2022 നടക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ഈ മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സാർ, ഇത് ജസ്റ്റ് ഐഡിയ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങൾക്ക് ദിവാലി സമയത്താണ് ലോഞ്ച് ചെയ്യേണ്ടത്. അതിന് ഞങ്ങളുടെ ടാർഗറ്റ് 50 ടെമ്പിൾസ് ആണ്. സോ ദീപാവലിക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. സോ അടുത്ത ദീപാവലിക്കുള്ളിൽ നിങ്ങളുടെ ടാർഗറ്റ് എന്താണ്? അതിവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ സാധിക്കുമോ? സോ അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കും. മിനിമം 2 crores റവന്യൂ ആയിരിക്കും ചെയ്യാൻ പോകുന്ന അടുത്ത ദിവാലി. സോ നിങ്ങൾ 2 കോടി റവന്യൂ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾ 1 കോടിയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അത് ഏത് വാല്യുവേഷനിലാണ്? ടൈറ്റൻസ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാൽ മന്ത്ലി 1% ഡിസ്കൗണ്ടിലാണ് കൺവേർട്ടബിൾ നോട്ടിൽ. സോ 18 monthsലായിരിക്കും ഞങ്ങൾ അതിനെ വാല്യുവേഷൻ ചെയ്യുന്നത്. 18 month വാല്യുവേഷൻ. ക്യാപ്പ് എന്താണ്, പിന്നെ ഫ്ലോർ എന്താണ്? അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബെറ്റർ ആയിരിക്കും. നിങ്ങൾ എന്താ ഓഫർ ചെയ്യണേ? താങ്കൾ ഇതിനുള്ളിൽ വല്ല കമ്മീഷനും വെക്കാൻ പോകുന്നു, അല്ലെങ്കിൽ യൂസേഴ്സിന്റെ അടുത്ത് നിന്ന് വല്ല സർവീസ് ചാർജ് വാങ്ങാൻ പോകുന്നു? സോ നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും? അതിനകത്ത് ഇപ്പൊ യൂണിറ്റ്, അതായത് എക്കണോമിക്സ് ഇപ്പോഴും റെഡി ആയിട്ടില്ല. പക്ഷേ അതിപ്പോ ഞാനൊരു പ്രൊജക്ഷൻ ലെവലിൽ സംസാരിച്ച, അതായത് ഞങ്ങളുടെ മിനിമം ടിക്കറ്റ് അല്ലേ 499 rupeesന്റെ, അതിൽ 499 rupeesൽ അത് ആ പൂജാരിക്ക് അവർക്ക് ഒരു പേപ്പറിൽ, അതായത് യൂസർ ബേസിസിൽ കമ്മീഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് 100 rupees ആയിരിക്കും.
പിന്നെ പൂജയ്ക്ക് വേണ്ടിയുള്ള പ്രോഡക്ട്സ് അത് 100 റുപ്പീസിന്റെ ആയിരിക്കും. പിന്നെ ടെമ്പിളിന്റെ കൂടെ നമ്മൾ ഓൺ ആൻ ആവറേജ് ഒരു ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 25 റുപ്പീസിന് അടുത്തടുപ്പിച്ച് അതിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. ഈ 499 റുപ്പീസിനകത്ത് നമ്മുടെ കോസ്റ്റ് എന്താന്ന് വെച്ചാൽ അത് 225ന്റെ ആണ്. പിന്നെ അതിനകത്തുനിന്ന് ഒരു 50 റുപ്പീസ് ഞങ്ങൾ പ്രസാദം ഡെലിവറിക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ കോസ്റ്റാണ്. പിന്നെ മിച്ചമുള്ളത് ഞങ്ങളുടെ ഗ്രോസ് റവന്യൂ ആയിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങളുടെ ഇൻകം ഏകദേശം 51% അടുത്തടുപ്പിച്ചായിരിക്കും. നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് നോക്കാം. കാരണം നമ്മൾ ഇവിടെ ഭക്തിയെയും വിശ്വാസത്തെയും പറ്റിയാണ് സംസാരിക്കുന്നത്. അതിൽ തന്നെ ഒരു A+ എക്സ്പീരിയൻസ് തരാനാണ് ഇവർ നോക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിന്റെ ഡിമാൻഡ് എത്രയാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. %26 ഓഡിയൻസിനാണ് ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത്. ബാക്കി 74% ഓഡിയൻസിനും ഇതിന്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഈ ഐഡിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 കോടി രൂപ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ടോപ്പ് ലൈൻ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ ഞാൻ 10 കോടി രൂപ വാല്യുവേഷനിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ പണം കൺവെർട്ടബിൾ ബോണ്ടിൽ ഞാൻ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാ? അവരെന്നോട് 1 കോടി രൂപയാണ് ചോദിച്ചത്. ഞാനൊരു 25 ലാക്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. 25 ലക്ഷം രൂപ ഈ കണ്ടീഷനിൽ. ശൈലി പറയൂ. ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ എനിക്കുള്ള അനുഭവം വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ അനുപം സാറിന് ബെസ്റ്റ് വിഷസ് പറയുന്നു. അതുപോലെ നിങ്ങൾക്കും. പക്ഷെ നിങ്ങളുമായി സഹകരിക്കാൻ എനിക്ക് സാധിക്കില്ല. താങ്ക് യു. സന്ദേശ് സാർ പറയൂ. സാർ, ഭക്തിയും ബിസിനസ്സും തമ്മിൽ കൂട്ടിക്കലർത്താൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഭക്തിയുടെ പേരിൽ പണം സമ്പാദിക്കാനും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ നിങ്ങളുടെ കൂടെ സഹകരിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഞാൻ സന്ദേശിയോട് എഗ്രി ചെയ്യുകയാണ്. ഫെയ്ത്തും ബിസിനസ്സും രണ്ടായിട്ട് തന്നെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഷേക്ക് ഹാൻഡ് തരാൻ കഴിയില്ല. അനുപം സാർ, താങ്കളുടെ ഓഫർ ഒന്നുകൂടി പറയൂ. ഒരു ബിസിനസ് ഐഡിയ ഇവര് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. 1 വർഷത്തിൽ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് വാല്യുവേഷനിൽ 25% ഡിസ്കൗണ്ട് എനിക്ക് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു 25 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പറയൂ കല്ലൂർ സാർ, ഇദ്ദേഹവുമായിട്ട് കൈകോർക്കാൻ തയ്യാറാണോ? ശരി, ഞങ്ങൾ കൈകോർക്കാൻ റെഡിയാ. പ്ലീസ് വരൂ. അനുപം സാറിന് കൈ കൊടുത്തോളൂ. കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് ലക്ക്. നിങ്ങൾക്കും നിങ്ങളുടെ ഈ സാം AI-ക്കും വലിയ സപ്പോർട്ടാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിനെന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. കൺഗ്രാറ്റുലേഷൻസ്. കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്, ഭാരതത്തിന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി.